നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. By Commander Abhijit Karud with Lieutenant Commander Shanky and Lieutenant Commander Shivam on his flanks. डोनिया बॉम्बर्स के साथ सवार होना. കരുത്തുകാട്ടി നാവികസേന. ശംഖുമുഖത്ത് അഭ്യാസ പ്രകടനം. നാവികസേനാ ദിനാഘോഷത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥി. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. വാദം പൂർത്തിയായി. രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ CPM-ഉം BJP-യും നടത്തിയ ഗൂഢാലോചനയെന്ന് യുവതി നൽകിയത് വ്യാജ പരാതിയെന്നും രാഹുലിന്റെ അറസ്റ്റ് തടയാതെ കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. അന്വേഷണത്തിനായി SITക്ക് 6 ആഴ്ച അനുവദിച്ച് ഹൈക്കോടതി. ഒരു ഭാഗവും അന്വേഷിക്കാതെ വിടരുതെന്ന് കോടതി. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മധ്യസ്ഥം വഹിച്ചത് കേരളത്തിനു വേണ്ടിയെന്ന് ജോൺ ബ്രിട്ടാസ് MP. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 359 റൺസ് വിജയലക്ഷ്യം. വിരാട് കോഹ്ലിക്കും ഋതുരാജ് ഗെയ്ക്വാദിനും സെഞ്ചുറി. KL രാഹുലിന് അർദ്ധ സെഞ്ചുറി. 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഗില്ലും സഞ്ജുവും ടീമിൽ. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള നാവികസേനാ അഭ്യാസ പ്രകടനങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് പുരോഗമിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് മുഖ്യാതിഥി. തത്സമയത്തിലേക്ക്. पूर्वक संचालन कर रही है। यह पनडुब्बी समुद्र की गहराइयों में विनाशकारी क्षमता के शिखर का प्रतीक है। INS शिशुमार कमांडर पंकज नेगी के नेतृत्व में निर्णायक प्रहार करने के लिए सदैव तत्पर और सतर्क. നിങ്ങളുടെ തൊട്ടു മുൻപിൽ നിശബ്ദമായി പറ്റിയിരുന്ന് നിർണായകമായ പ്രഹരം ഏൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ അന്തർവാഹിനി INS ശിശുമാർ ആണ്. Denizens of the deep, submarines symbolize the pinnacle of marine technology and destructive power. These submarines can attack enemy ships, hostile submarines, and even targets on enemy land. ആയക്കടലിലെ നിവാസികളായ അന്തർവാഹിനികൾ സമുദ്ര സാങ്കേതിക വിദ്യയുടെയും വിനാശകരമായ ശക്തിയുടെയും പരകൊടിയെ പ്രതീകപ്പെടുത്തുന്നു. ഈ അന്തർവാഹിനികൾ ശത്രു കപ്പലുകളെയും ശത്രു അന്തർവാഹിനികളെയും ശത്രുവിന്റെ കരയിലെ ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ കഴിവുള്ളവരാണ്. Ladies and gentlemen, look right ahead. We have a mesmerizing view in the background as the Indian Navy's sail training ships, INS Sudarshini and INS Tarangini, set their sails high with pride and sail past the main dais. इस मनमोहक दृश्य पर नजर डालें. भारतीय नौसेना के भव्य पाल प्रशिक्षण जहाज INS सुदर्शनी और INS तरंगिनी गर्व के साथ अपनी ऊंची पालों को फहराते हुए मंच के सामने से गुजर रहे हैं. പ്രിയമുള്ളവരെ, വലതുവശത്തു നിന്നും അതിമനോഹരമായ ഒരു അതിശയകരമായ ദൃശ്യം നോക്കൂ. ഇന്ത്യൻ നേവിയുടെ പായ്ക്കപ്പലുകളായ INS സുദർശിനിയും INS തരംഗിണിയും അഭിമാനത്തോടെ പരപ്പുകൾ പറത്തി ഉയർത്തി പ്രധാന വേദിയുടെ മുന്നിലൂടെ സഞ്ചരിക്കുന്നു. Behold, ladies and gentlemen, as the tall ships present a magnificent light show in the background, illuminating their sails with the 3 colors of the Tiranga. INS सुदर्शनी और INS तरंगिनी फर्स्ट ट्रेनिंग स्क्वाड्रन का हिस्सा हैं, जो INA से पास आउट नौसेना के युवा अफसरों को समुद्री संचालन और जहाज पे कार्य करने का प्रशिक्षण प्रदान करते हैं. हर नौसेना के पास ताकतवर युद्धपोत होते हैं जो समुद्र को चीरते हुए आगे बढ़ते हैं, लेकिन
बहुत कम देशों के पास ऐसे युद्धपोत होते हैं जो सिर्फ मशीनों से नहीं, हवा और नौसैनिकों के साहस से चलते हैं। भारत के पास ऐसे दो शानदार प्रतीक हैं, INS सुदर्शनी और INS तरंगिनी। Shift your attention towards the stage. We shall now witness the hornpipe dance by the young cadets of the Sea Cadet Corps of the Southern Naval Command. The hornpipe dance imitates the life and duties of sailors on board a ship and was popular among the sailors as a way of staying physically fit and as a source of recreation. Today we have 40 Sea Cadets from 21 various schools of the Ernakulam district. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള നാവികസേനാ അഭ്യാസ പ്രകടനങ്ങൾ തിരുവനന്തപുരം ശംഖുമുഖത്ത് പുരോഗമിക്കുകയാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് മുഖ്യാതിഥി. യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും അന്തർവാഹിനിയും പോർ വിമാനങ്ങളും അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെയും മുഖ്യമന്ത്രിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് ആദ്യമായാണ് നാവികസേനാ ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. 19 പ്രധാന യുദ്ധക്കപ്പലുകൾ അടക്കം 40-ലേറെ പടക്കപ്പലുകളും അന്തർവാഹിനികളും 32 പോർ വിമാനങ്ങളും അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തകൾ നോക്കാം. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അക്കാര്യത്തിൽ ബ്രിട്ടാസിനെ അഭിനന്ദിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യസഭയിലായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ വെളിപ്പെടുത്തൽ. സർവ്വസമ്മതത്തോടെയാണ് PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രവുമായി കേരളം ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കണ്ട് സമ്മതം അറിയിച്ചിരുന്നുവെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി വിവരിച്ചു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്നറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിലെ ആഭ്യന്തര തർക്കം മൂലം പദ്ധതി നടപ്പിലാക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആശയക്കുഴപ്പമുണ്ടാക്കിയത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ കുറ്റപ്പെടുത്തി. PM ശ്രീ പദ്ധതിയിൽ മധ്യസ്ഥം വഹിച്ചത് കേരളത്തിനു വേണ്ടിയെന്ന് ജോൺ ബ്രിട്ടാസ് MP. കേരളത്തിന്റെ വിഷയം ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തുപോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമെന്ന് ബ്രിട്ടാസ് പ്രതികരിച്ചു. പലതവണ മന്ത്രിയെ കണ്ടിട്ടുണ്ട്. മന്ത്രി പറഞ്ഞത് സത്യമാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു. കരാർ ഒപ്പിടുന്നതിൽ താൻ മധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ MP-മാരായിട്ട് ഇവിടെ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മുൻനിർത്തി ഞങ്ങൾ ഒരു ബ്രിഡ്ജായിട്ട് തന്നെ
കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് പോകാറുണ്ട്. എന്ന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കണക്കിന് അദ്ദേഹം ഞാൻ കേരളത്തിൻ്റെ വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുത്ത് അവരുടെ പക്കൽ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞതിന് എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. കേരളത്തിന് ലഭിക്കേണ്ട വിലപ്പെട്ട വിഭവങ്ങൾ തടഞ്ഞു വെച്ചതാണ് വിഷയം. ബാക്കി കാര്യങ്ങൾ അത് ഉദാഹരണം പറഞ്ഞാൽ PMCയിൽ ഒപ്പുവെക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്. PM ശ്രീയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യസഭയിലെ വെളിപ്പെടുത്തൽ കേരളത്തിൽ ചർച്ചയായില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. PM ശ്രീ ഒപ്പുവെക്കാൻ ഇടനില നിന്നത് കേരളത്തിൽ നിന്നുമുള്ള CPMന്റെ രാജ്യസഭാ MP ആണ്. ഇക്കാര്യത്തിൽ CPIയുടെ തീരുമാനം എന്തെന്ന് ബിനോയ് വിശ്വം വ്യക്തമാക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് ബിനോയ് വിശ്വത്തോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. കോൺഗ്രസ് ഉന്നയിച്ച ഒരു മഹത്തരമായ കാര്യമായിരുന്നു PM ശ്രീ കാര്യം. ഈ PM ശ്രീ കാര്യത്തിൽ രാജ്യസഭയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്നത്, ഞങ്ങളെ സഹായിച്ചത് CPMന്റെ ഒരു MP ആണെന്നാണ്. PMC നമ്മുടെ നാട്ടിൽ സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അഗ്രിമെൻ്റ് വെച്ചതിന് PMCയിൽ ഒപ്പുവെച്ചത് ഇന്ന് മന്ത്രി നേരിട്ട് പറഞ്ഞാണ്. ഇതിനെല്ലാം സഹായം ചെയ്ത് കേരള ഗവൺമെൻറ് ഒപ്പിട്ടത് CPMന്റെ ഒരു രാജ്യസഭാ MP ആണെന്നാണ്. ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. എന്താണ് PMC വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രതാപൻ്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ അഭിപ്രായം? എനിക്കറിയാൻ താല്പര്യമുണ്ട്. BJP CPM അന്തർധാര യാഥാർത്ഥ്യമാണെന്നും ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണെന്നും ജെബി മേത്തർ MP. ജോൺ ബ്രിട്ടാസ് മധ്യസ്ഥത വഹിച്ചു എന്നത് മന്ത്രി പറഞ്ഞു. ബ്രിട്ടാസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിലെ പാലമായി പ്രവർത്തിച്ചു. PM ശ്രീയെ എതിർക്കുന്നുവെന്നത് CPM കണ്ണിൽ പൊടിയിടാൻ പറയുന്നതാണെന്നും ജെബി മേത്തർ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമർശനവുമായി ജെബി മേത്തർ രംഗത്തെത്തിയത്. ഇന്നത്തെ ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകൾ, രാജ്യസഭയിലെ വാക്കുകൾ ഓൺ റെക്കോർഡായിട്ടാണ്, വെറുതെ ഒരു പാസിംഗ് റിമാർക്കായിട്ട് പറഞ്ഞതല്ല. രാജ്യസഭയുടെ റെക്കോർഡിൽ വളരെ ക്ലിയറായി ജോൺ ബ്രിട്ടാസ് ആക്റ്റഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ യൂണിയൻ ഗവൺമെന്റ് ആൻഡ് ദ കേരള ഗവൺമെന്റ് ടു സൈൻ ദ PM ശ്രീ എഗ്രിമെന്റ്. ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ അത് തെറ്റാണെന്നുള്ളത് ഇനി പറയേണ്ട വരും. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് വളരെ ക്ലിയറായി പറഞ്ഞ് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇനി അത് വെറുതെ ഡിനൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. പക്ഷെ നമുക്കറിയേണ്ടത് ഈ BJP CPM അന്തർധാര എന്ന് പറയുന്നത് PM ശ്രീ ഒപ്പിടുന്നതിൽ മാത്രമാണോ, ഈ പറഞ്ഞ എഗ്രിമെന്റിൽ മാത്രമാണോ? ഇങ്ങനെ എത്ര പാലങ്ങളായി എത്ര കാര്യങ്ങളിൽ. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം പൂർത്തിയായി. നാളെ വിധി പറയും. തന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ CPMഉം BJPയും നടത്തിയ ഗൂഢാലോചനയാണെന്നും യുവതി നൽകിയത് വ്യാജ പരാതിയാണെന്നും രാഹുൽ വാദിച്ചു. അതേസമയം രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ 1.25 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നടന്നത്. അതിജീവിതയുടെ ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേട്ടത്. പ്രതിഭാഗവും ഇതേ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. യുവതി വ്യാജ പരാതിയാണ് നൽകിയിരിക്കുന്നതെന്നും പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും രാഹുൽ വാദിച്ചു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് യുവതിയുമായി ഉണ്ടായിരുന്നതെന്നും പീഡനം നടന്നിട്ടില്ലെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. യുവതി ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനാണെന്നും ഗർഭചിത്രത്തിനുള്ള മരുന്ന് സ്വമേധയാ കഴിച്ചതാണെന്നും ഹർജിയിൽ വാദിച്ചു. തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ CPMഉം BJPയും തമ്മിലുള്ള ഗൂഢാലോചനയാണ് പരാതിയുടെ പിന്നിലെന്നും രാഹുൽ വാദിച്ചു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിയാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദങ്ങൾ ഓരോന്നായി നിരത്തിയത്. എന്നാൽ പ്രോസിക്യൂഷനാവട്ടെ ഗുരുതര കുറ്റകൃത്യമാണ് നടന്നതെന്നും രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നും വാദിച്ചു. രാഹുലിനെതിരെ ശക്തമായ തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നതിനാൽ കേസിൽ വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. യുവതി പരാതി നൽകി 7ാം ദിവസവും രാഹുൽ ഒളിവിൽ തന്നെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിക്കുകയും വ്യക്തിവിവരങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്ത കേസിൽ രാഹുൽ ഈശ്വറിനെ കോടതി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം അഡീഷണൽ CJM കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. തുടർച്ചയായി പ്രതിയെ അനുകൂലിച്ചുകൊണ്ട് പെൺകുട്ടിക്കെതിരെ സമൂഹമാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. അതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. നാളെ വൈകിട്ട് വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വെള്ളിയാഴ്ച രാവിലെ ജാമ്യഹർജി കോടതി പരിഗണിക്കും. ജയിലിൽ നിരാഹാരം തുടരുന്ന രാഹുലിനെ കോടതിയിൽ നിന്നും നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടിക്കിട്ടാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി പരിഗണിച്ചേക്കും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 8-നാണ് പരിഗണിക്കുക. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയും 8-ന് പരിഗണിക്കും. ശബരിമലയിലെ സ്വർണം അടിച്ചുമാറ്റിയ മോഷ്ടാക്കളുടെ കൂടാരമാണ് CPM എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായിയുടെ സ്വന്തക്കാരായ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ജയിലിലാണ്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞതിന് തൊലിക്കട്ടിക്കുള്ള അവാർഡ് MV ഗോവിന്ദന് കൊടുക്കണമെന്നും VD സതീശൻ ഇടുക്കിയിൽ പറഞ്ഞു. തെളിവുകളാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കെതിരായി കോടതിയുടെ മുൻപാകെ ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയിട്ടാണ് N. വാസുവിനെയും പത്മകുമാറിനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ജയിലിലായത്. അവർക്ക് ജാമ്യം പോലും കൊടുത്താൽ ഒരു തെളിവുകൾ നശിപ്പിക്കും എന്നതുകൊണ്ടാണ് പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലും കോടതി സമ്മതിച്ചില്ല. അത്രയും ഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്കെതിരായി CPM ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിസ്മയകരം. കാരണം അവരിനി മറ്റ് നേതാക്കളെ പറ്റി മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ് CPM നേതൃത്വത്തിന്. ഞാൻ പറഞ്ഞതുപോലെ ജയിലിലേക്കുള്ള CPM നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ നേതാക്കന്മാർ കൂടി ഈ ശബരിമല കേസിൽ ജയിലിൽ പോകും. അല്ല, അത് പാർട്ടി ആലോചിക്കും. അത് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഒരു പരാതി, ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പൊ രണ്ടാമതൊരു പരാതി ഞങ്ങൾക്ക് KPCC പ്രസിഡന്റിന് വന്നു. ശബരിമല വിഷയത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്നറിയില്ല. കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ CPM നടപടിയെടുക്കാത്തത് ദുരൂഹം. നടപടി സ്വീകരിച്ചാൽ അവർ ഇനിയും കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന ഭയമാണെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു. അപ്പോൾ ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിൽ പങ്കാളികളായ ആളുകളെ ജയിലിലടച്ചത് മാത്രമല്ല, ഇനിയും മന്ത്രിമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇതെല്ലാം മന്ത്രിമാരുടെ അറിവോടെ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ കോടാനുകൂടി വരുന്ന ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തത്തക്ക നിലയിലുള്ള ഈ വലിയ ഒരു കൊള്ള നടന്നിട്ട് ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരാളിനെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ, പാർട്ടി നടപടി സ്വീകരിക്കാൻ CPM നേതൃത്വം തയ്യാറാകാത്തത് ദുരൂഹമായ ഒരു കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കേരള മാർഗദർശക് മണ്ഡൽ. ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നിട്ടും സ്വർണ്ണക്കവർച്ചയിലെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം എത്തിയില്ല. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സൗകര്യമില്ലാത്ത അവസ്ഥയാണ്. ക്ലേശങ്ങളെല്ലാം സഹിച്ചെത്തുന്ന ഭക്തർ കാണിക്കയായി നൽകുന്ന പണം ദുരുപയോഗം ചെയ്യുകയാണെന്നും മാർഗദർശക് മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്യസ്വരൂപാനന്ദ സരസ്വതി പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ ബൗൺസർമാരെ നിയമിക്കുന്ന സ്ഥിതി വരെയുണ്ടായി. ഒടുവിൽ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു. സനാതനധർമ്മ മൂല്യങ്ങളെ അംഗീകരിക്കുന്നവർ
ആകണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിശ്വാസികളുടെ വോട്ടെന്നും മാർഗദർശി മണ്ഡൽ ജനറൽ സെക്രട്ടറി സ്വാമി സത്യസ്വരൂപാനന്ദ സരസ്വതി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. അഭ്യർത്ഥനയായിട്ടാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുവാനും ആ വിശ്വാസങ്ങളെ നിലനിർത്താനും യോഗ്യരായിട്ടുള്ള ആളുകൾ മാത്രമേ ആ ക്ഷേത്ര ഭരണങ്ങളിൽ വരാൻ പാടുള്ളൂ. അതിന് എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കർത്തവ്യം, അതിനുള്ള വ്യവസ്ഥ ഇവിടെ ഉണ്ടാവുക, ഭരണവ്യവസ്ഥ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും മനസ്സിരുത്തണം, ഭക്തജനങ്ങൾ വിഡ്ഢികളായി കൊണ്ടിരിക്കരുത് എന്ന് എല്ലാവരോടും പറയാനുള്ളത്. ഭാരവാഹികളാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സാണ്, ജനറൽ സെക്രട്ടറി കാണിക്കാൻ വേണ്ടിയിട്ട് 1-2 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പൊ അതിനുശേഷം ചർച്ച പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയും ഭക്തരുടെ കണ്ണിൽ കണ്ണിടുക, മണ്ണിടുക എന്നുള്ള ഒരു കർമ്മം മാത്രമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരുതരം ഒളിച്ചുകളിയാണ് ഇത്. ഹൈന്ദവ സമാജത്തെ നിന്ദിക്കലാണ്, അപമാനിക്കലാണ്. ഇത് ഒരിക്കലും ഭൂഷണമല്ല. അതുകൊണ്ട് തന്നെ മാർഗദർശ മണ്ഡലം വ്യക്തമായി ആവശ്യപ്പെടുന്നു, എത്രയും വേഗത്തിൽ ഈ പറയുന്ന ധനം ദുർവിനിയോഗം ചെയ്തവരും മോഷ്ടിച്ചവരും ആയവരുടെ മുഴുവൻ 12 കിലോ കഞ്ചാവുമായി റെയിൽവേ കരാർ ജീവനക്കാർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. ബീഹാർ സ്വദേശി മുഹമ്മദ് ഫയാസുള്ള എന്ന 45-കാരനാണ് പോലീസിന്റെ പിടിയിലായത്. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിലെ ബെഡ് റോൾ സ്റ്റാഫാണ് ഇയാൾ. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ചൊവ്വാഴ്ച രാത്രി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും റെയിൽവേ പോലീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, GRP ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി റെയിൽവേ കരാർ ജീവനക്കാരൻ പിടിയിലായത്. ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഫൈസുള്ളയുടെ പക്കൽ ചാക്കുകെട്ട് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ കഴുകുവാനുള്ള തുണികളാണെന്നായിരുന്നു ആദ്യം മറുപടി. പരിശോധനയിൽ ചാക്കിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തി. തുടർന്ന് ദേഹപരിശോധനയിലും കൂടുതൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. 12 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. RPF ഇൻസ്പെക്ടർ ബിനോയ് ആന്റണി, റെയിൽവേ പോലീസ് സബ് ഇൻസ്പെക്ടർ A നിസാറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇദ്ദേഹത്തെ വെരിഫൈ ചെയ്ത സമയത്ത് അപ്പോൾ ഇദ്ദേഹം ഡ്രസ്സാണെന്ന് പറയുകയും സംശയം തോന്നി തറയിൽ വെച്ച് പരിശോധിച്ച സമയത്ത് കഞ്ചാവാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ നമ്മൾ ബോഡി പരിശോധിച്ച സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ID പ്രൂഫ് കിട്ടുന്നത്. ID പ്രൂഫ് വെരിഫൈ ചെയ്തപ്പോൾ ഇദ്ദേഹം ടാറ്റാ നഗർ ട്രെയിനിലെ താൽക്കാലിക ബെഡ് റോൾ സ്റ്റാഫാണെന്ന് മനസ്സിലായിട്ടുള്ളതും ആ വിവരം എന്താണ് അദ്ദേഹത്തിൻ്റെ ട്രെയിനിലെ സൂപ്പർവൈസറെ നമ്മൾ അറിയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിന് മുന്നേ കഴിഞ്ഞ ഒരു 4 ദിവസത്തിന് മുമ്പ് തന്നെ ടാറ്റാ നഗറിലെ ബെഡ് റോൾ സ്റ്റാഫ് ഉൾപ്പെടെ തന്നെ ഒരു പ്രതിയും അതുപോലെ തന്നെ ഇത് റിസീവ് ചെയ്യാൻ വന്ന 2 മലയാളികളെയും നമ്മൾ 52 കിലോ അല്ലെങ്കിൽ 800 കിലോഗ്രാം കഞ്ചാവുമായി കഴിഞ്ഞ ഒരു 4 ദിവസത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളും കഞ്ചാവ് വരുന്നതും നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതുമായിട്ടാണ് ഈ പെട്രോളിങ് അതല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം പെട്രോളിങ് ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ഇത് കേരളത്തിൽ നിന്നും ആരാണ് ഇവരുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്ത് റീറ്റെയിൽ അല്ലെങ്കിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. എറണാകുളം ടാറ്റാ നഗർ എക്സ്പ്രസിലെ ബെഡ് റോൾ സ്റ്റാഫാണ് പിടിയിലായ മുഹമ്മദ് ഫയാസുള്ള. ഇയാൾക്കെതിരെ കഞ്ചാവ് കടത്തുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസുകളൊന്നുമില്ല. എന്നാൽ മുൻപ് ഇയാൾ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്ന് റെയിൽവേ പോലീസ് പരിശോധിച്ചു വരികയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അമൃത ന്യൂസ്, കൊച്ചി. ഒളിമ്പിക്സ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനമുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. BJP സംസ്ഥാന അധ്യക്ഷനെ അവഹേളിച്ച ഒരു മന്ത്രി ഇവിടെ സംസാരിച്ചുവെന്നും വലിയ വകുപ്പിന്റെ മന്ത്രിയാണ് കുത്തിത്തിരിപ്പ് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കോഫി വിത്ത് SG പരിപാടിയിൽ തൈക്കാട് വാർഡ് സ്ഥാനാർത്ഥി കസ്തൂരി അനിരുദ്ധിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്കെന്ത് കാര്യം എന്ന് ഇന്ത്യയിലെ ഒരു പൗരൻ പോലും ചിന്തിക്കുന്നു. ഓരോ പൗരനും ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരുന്നത് കൊണ്ട് കാര്യമുണ്ട്. ഒരു വേൾഡ് കപ്പിന് വേണ്ടി ഫുട്ബോൾ ഫിഫ എത്ര രാജ്യങ്ങളാണ് മത്സര രംഗത്തുള്ളത്?
4 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഫീഫയ്ക്ക് വേണ്ടി എത്ര മത്സരമാണ്, ബിഡിംഗ് ഉണ്ട്, ഇതിന് ചില സാമ്പത്തികമായ ക്രയവിക്രയങ്ങളുണ്ട്. അപ്പോൾ ഒരു ഒളിമ്പിക്സിൻ്റെ പേരിൽ നടക്കുന്ന കായിക ഇനങ്ങൾ, സ്പോർട്സ് ഇനങ്ങൾ, ഇതിലൊന്നും പൗണ്ട് കോളനിക്ക് പങ്കില്ല, അല്ലെങ്കിൽ പൗണ്ട് കോളനിക്ക് ഇതിൽ നിന്ന് പങ്കുപറ്റാൻ കഴിയില്ല എന്ന് പറയുന്ന വിചാരം ഇവിടുത്തെ ഒരു സമ്മതിദായകൻ പോലും, അതിലെ തന്നെ പുതിയ തലമുറ അങ്ങനെ വിചാരിക്കാൻ പാടുള്ളതാണ്. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ് തത്സമയം.
ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമായിരുന്നു. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റു വാർത്തയിലേക്ക്. ആദിപരാശക്തിയായ ചക്കുളത്തുകാവിലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുവാനായി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. ക്ഷേത്ര പരിസരം ഭക്തജനങ്ങളുടെ ദേവീസ്തുതികൾ കൊണ്ട് മുഖരിതമാണ്. മനസ്സും ശരീരവും ദേവിക്ക് മുൻപിൽ സമർപ്പിച്ച സ്ത്രീകൾ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുമ്പോൾ ദേവിയും അവരിൽ ഒരാളായി മാറുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് സമീപമുള്ള പ്രധാന റോഡുകളിലെല്ലാം പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തർ ഇടം പിടിച്ചു തുടങ്ങി. പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിനും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചും ഹരിതചട്ടങ്ങൾ പാലിച്ചുമാണ് പൊങ്കാലയുടെ ക്രമീകരണങ്ങൾ. ക്ഷേത്രത്തിൽ പ്രത്യേകം ക്യൂ കോംപ്ലക്സുകൾ, ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ, സൗജന്യ ഭക്ഷണ വിതരണം, ചികിത്സ, ആംബുലൻസ് സൗകര്യം തുടങ്ങിയവയും സജ്ജമാക്കിയിട്ടുണ്ട്. ആ പൊങ്കാലയ്ക്ക് വേണ്ടുന്നതായ പ്രാഥമികമായ സൗകര്യങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും പൊങ്കാലയുടെ നടത്തിപ്പിന് ആവശ്യമായ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങളും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളും തുടങ്ങി സർക്കാരും അർദ്ധ സർക്കാരും മറ്റു സന്നദ്ധ സേനകളും എല്ലാവരും ചേർന്ന് അതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏതാണ്ട് പൂർത്തീകരണമായി കഴിഞ്ഞിരിക്കുകയാണ്. പുണ്യം പെയ്യുന്ന കാർത്തിക നാളിൽ അമ്മയുടെ അനുഗ്രഹം തേടി ധന്യരാകാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ മറുനാടുകളിൽ നിന്നും ഒട്ടനവധി ഭക്തരെത്തുന്നു. പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും 9-ന് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലിലെ കെടാവിളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഭദ്രദീപ പ്രകാശനം നടത്തും. ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമ്മിക നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ.